വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്കിലത്തെ ഒരു എക്സസൈസ് ആണ്. സ്പോട്ട് ദ എറർ എന്നുള്ള ആ എക്സസൈസിൽ തന്നിരിക്കുന്ന സെന്റൻസിൽ മിസ്റ്റേക്ക് കണ്ടെത്തുക, ചേഞ്ച് ചെയ്യുക. എക്സസൈസ് 2/3 ഓഫ് ദ ബുക്ക് വർ റബിഷ്. ഈ സെന്റൻസിൽ ബുക്കിലത്തെ 2/3 വേസ്റ്റ് ആണ്, യൂസ്ലെസ് ആണ് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഫസ്റ്റ് വെർബ് കണ്ടെത്തുക. ഏതാണ്? വേർ എന്നുള്ളതാണ്. അതിന് മുമ്പിലുള്ളതാണ് സബ്ജക്റ്റ്. ഏതാണ് സബ്ജക്റ്റ്? 2/3 ഓഫ് ദ ബുക്ക്, 2/3 എന്നുള്ളതാണ് സബ്ജക്റ്റ്. കാരണം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബുക്കിലത്തെ 2/3 വേസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇത് കറക്റ്റ് ആണോ? 2/3 ഓഫ് ദ ബുക്ക് വേർ എന്ന് തന്നെയാണോ വരേണ്ടത് എന്നുള്ളതാണ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് കറക്റ്റ് ആണോ? 2/3 ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. 2/3 എന്നുള്ള നമ്പർ ഒക്കെ വരുമ്പോൾ അത് എപ്പോഴും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വാസ് ആണ് കറക്റ്റ്. നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ അപ്ലൈയിങ് ഫോർ ദ ജോബ്. ആരും അപ്ലൈ ചെയ്യുന്നില്ല, എൻ്റെ കൂട്ടുകാരിൽ ആരും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഏതാണ് വെർബ്? ആർ എന്നുള്ളതാണ്. അത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു, പ്ലൂറലിനെ കാണിക്കുന്നു. ഇത് കറക്റ്റ് ആണോ? ഏതാണ് സബ്ജക്റ്റ്? നൺ ഓഫ് മൈ ഫ്രണ്ട്സ്. പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് എന്നൊക്കെ ഉണ്ടെങ്കിലും നൺ ഓഫ് എന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ സിംഗുലർ ആണ് വരേണ്ടത്. പ്രസന്റ് ടെൻസിലത്തെ ഏതാണ്? ഈസ്. നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് അപ്ലൈയിങ് ഫോർ ദ ജോബ്. ഐ ആം ഷുവർ ദാറ്റ് നെയ്തർ ദ ഹൗസ് നോർ ഇറ്റ്സ് കണ്ടന്റ്സ് ഈസ് ഫോർ സെയിൽ. ഈ സെന്റൻസിൽ ഒരു ക്ലോസ് കറക്റ്റ് ആണ്. അതായത് ഐ ആം ഷുവർ എന്നുള്ള അത് ഐ ആം തന്നെയാണ് വരേണ്ടത്. അതിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന ബി വെർബ് ഏതാണ്? ഐ ആം. പ്രസന്റ് ടെൻസിൽ ഐ ആം ഷുവർ എന്നുള്ളത് കറക്റ്റ് ആണ്. അത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു. പക്ഷേ ഡിപെൻഡന്റ് ക്ലോസിലുള്ള സബ്ജക്റ്റും വെർബും കറക്റ്റ് ആണോ, എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതാ ഡിപെൻഡന്റ് ക്ലോസ്? ഏതാ? that neither the house nor its contents എന്നുള്ളതാണ് അതിലത്തെ സബ്ജക്റ്റ്. ഡിപെൻഡന്റ് ക്ലോസിലത്തെ സബ്ജക്റ്റ്. അതിലത്തെ വെർബ് ഏതാണ്? ഈസ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുമ്പോൾ ഈ നെയ്തർ നോർ വന്നാൽ ഈ വെർബിനോട് ചേർന്ന് നിൽക്കുന്ന ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതാണ് നോക്കേണ്ടത്. ഇവിടെ കണ്ടന്റ്സ് എന്ന് വന്നതുകൊണ്ട് സിംഗുലർ അല്ല, പ്ലൂറൽ ആണത്. അതുകൊണ്ട് തന്നെ ഈസ് പറ്റില്ല. Neither the house nor its contents are for sale. If I was you, I would not have committed this mistake. ഇതൊരു എന്ത് സെന്റൻസ് ആണ്? കണ്ടീഷണൽ സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലായി? ഇഫ് ഐ വാസ് യു. പക്ഷെ അവിടെ തെറ്റുണ്ട്. എപ്പോഴും കണ്ടീഷണൽ സെന്റൻസുകളിൽ ഇഫ് ഐ വെർ യു എന്നേ വരുള്ളൂ. അത് നിങ്ങൾക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഇത് സെക്കൻഡ് കണ്ടീഷനിലാണ്. ഇഫ് ഐ വെർ യു, ഇഫ് ഐ വെർ എ ബേർഡ്, അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വാസ് പറ്റില്ല. ഐ വെർ യു സെക്കൻഡ് കണ്ടീഷനിലാണ്. A group of friends want to visit the new plant as early as possible. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ് ഈ സെന്റൻസിലത്തെ? എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ് അറിയാം. പക്ഷേ മുന്നിൽ എന്ത് വന്നിട്ടുണ്ട്? എ ഗ്രൂപ്പ് ഓഫ്. അപ്പൊ അവിടെ വാണ്ട് എന്ന് കാണിക്കുന്നത് പ്ലൂറലിനെയാണ്. സിംഗുലർ ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ എപ്പോഴും എന്ത് വരാറുണ്ട്? എസും കൂടി എഴുതും. വെർബിന്റെ കൂടെ എസ്. ഷീ ഡാൻസസ് വെൽ എന്നേ പറയുള്ളൂ. വി ഡാൻസ് വെൽ എന്നാണെങ്കിൽ ഷീ ആണെങ്കിൽ ഷീ ഡാൻസസ്, എസ് ചേർക്കണം. അപ്പൊ ആ റൂൾ പ്രകാരം ഇവിടെ എ ഗ്രൂപ്പ് എന്നുള്ളത് എപ്പോഴും സിംഗുലർ ആയിട്ടേ പരിഗണിക്കൂ. എ ഗ്രൂപ്പ് എന്ന് വന്നതുകൊണ്ട്, ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, പക്ഷെ എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് തുടങ്ങുന്നത് കൊണ്ട് വാണ്ട്സ്. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വാണ്ട്സ് ടു വിസിറ്റ് ദ ന്യൂ പ്ലാന്റ് ആസ് ഏർലി ആസ് പോസിബിൾ. അവർ എത്രയും പെട്ടെന്ന് ആ പ്ലാന്റ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. The minister along with his party members have been invited to the meeting. ഇവിടെ the minister, ഇവിടെ എന്താണ് സബ്ജക്റ്റ് എന്ന് ശ്രദ്ധിക്കുക. The minister along with his party members. മിനിസ്റ്ററിന്റെ കൂടെ പാർട്ടി മെമ്പേഴ്സും കൂടി അവരെയും മീറ്റിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ along with എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ
ഇവിടുത്തെ വെർബ് ഏതാണ്? ഹാസ് ബീൻ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഹാവ് ബീൻ ആണ്. ഹാവ് ബീൻ വരില്ല. കാരണം ദ മിനിസ്റ്റർ അലോങ് വിത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ മിനിസ്റ്ററിനെ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹാസ് എന്നുള്ള സിംഗുലർ വെർബ് വേണം. ഹാവ് എന്ന് പറയുമ്പോൾ പ്ലൂറലിന്റെ കൂടെ മാത്രമേ വരാറുള്ളൂ. ദ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് പാർട്ടി മെമ്പേഴ്സ് എന്നുള്ളതാണ് ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ്. വെർബ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ്. ഇവിടെ ഹാസ് ബീൻ ആണ് വരേണ്ടത്. കാരണം അലോങ് വിത്ത് അല്ലെങ്കിൽ വിത്ത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഞാൻ നോക്കുക. മിനിസ്റ്ററും പാർട്ടി മെമ്പേഴ്സും. അവിടെ മിനിസ്റ്റർ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹാസ് ബീൻ. അടുത്തത് നോക്കുക. ദ ഹൗസ് വിത്ത് ഓൾ ഇറ്റ്സ് ഫർണിച്ചർ ആൻഡ് എക്സോട്ടിക് പ്ലാന്റ്സ് were sold recently. ഹൗസും അതിലത്തെ ഫർണിച്ചറും പ്ലാന്റ്സും ഒക്കെ കൂടി ചേർത്ത് അതിനെ വിറ്റു എന്നാ പറയണത് ഈ അടുത്ത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സെന്റൻസിലത്തെ സബ്ജക്റ്റ് ഏതാണ്? വെർബിന്റെ മുമ്പാണ്. വെർബ് വേറാണ്. അത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു, പ്ലൂരലിനെ കാണിക്കുന്നു. പക്ഷെ ഇവിടെ സബ്ജക്റ്റ് പ്ലൂരൽ ആണോ എന്ന് നോക്കണം. ദ ഹൗസ് വിത്ത് ആൾ ഇറ്റ്സ് ഫർണിച്ചർ ആൻഡ് എക്സോട്ടിക് പ്ലാന്റ്സ് എന്നാണ്. ഈ വിത്ത് അല്ലെങ്കിൽ അലോങ് വിത്ത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കുക. ദ ഹൗസ്. അത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ വെർബും സിംഗുലറിൽ ആയിരിക്കണം. ദ ഹൗസ് എന്ന് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. വിത്തിന്റെ കൂടെ ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെയാണ് ദ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് പാർട്ടി മെമ്പേഴ്സ്. അവിടെ മിനിസ്റ്ററിനെ മാത്രം നോക്കിയിട്ടാണ് വെർബ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അലോങ് വിത്ത് എന്ന് വന്നാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ വിത്ത് എന്നുള്ളതാണെങ്കിലും ഹൗസ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് വാസ് എന്നുള്ള സിംഗുലർ വെർബ് അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് ശ്രദ്ധിക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. ഇവിടെ വിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണോ ഈ വെർബ്? എപ്പോഴും വളരെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രോവർബാണ്. അത് വളരെ പെട്ടെന്ന് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റണം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഐഡിയ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് വിൻസ് എന്നുള്ള സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്. The number of people applying were so large in that college എന്നുള്ള ഈ സെന്റൻസ്, ആ കോളേജിൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏതാണ് സബ്ജക്റ്റ്? ദ നമ്പർ ഓഫ് പീപ്പിൾ അപ്ലൈയിങ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഏതാ വെർബ്? വേർ ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പ്ലൂറലിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ എന്നുള്ള കാര്യം നോക്കണം. ദ നമ്പർ എന്ന് തുടങ്ങുന്നവയെല്ലാം സിംഗുലർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ദ നമ്പർ ഓഫ് പീപ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്നിങ്ങനെ ദ നമ്പർ എന്ന് തുടങ്ങുന്ന സബ്ജക്റ്റുകൾ സിംഗുലർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കൊണ്ട് വെർബും സിംഗുലറിലായിരിക്കണം. ഈസ് യുവർ ഫാദർ ആൻഡ് മദർ അറ്റ് ഹോം എന്നുള്ള ഈ സെന്റൻസ് ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈസ് എന്നുള്ള വെർബ് തന്നെയാണോ വരേണ്ടത്? യുവർ ഫാദർ ആൻഡ് മദർ എന്നുള്ളത് രണ്ട് വ്യക്തികളായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആർ യുവർ ഫാദർ ആൻഡ് മദർ അറ്റ് ഹോം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈസ് യുവർ മദർ അറ്റ് ഹോം എന്ന് പറയാം. പക്ഷെ ആർ യുവർ ഫാദർ ആൻഡ് മദർ അറ്റ് ഹോം എന്നാണ് വരേണ്ടത്. When I telephoned him, the line was so bad that I cannot hear what he said എന്നുള്ള ഈ സെന്റൻസിൽ ഫസ്റ്റ് ഡിപെൻഡന്റ് ക്ലോസ് ശ്രദ്ധിക്കുക. അതിലത്തെ ടെലിഫോൺഡ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അടുത്തത് വാസ് എന്നുള്ളത് ഒരു വെർബാണ്. സെഡ് എന്നുള്ള മൂന്നാമതൊരു വെർബും ഉണ്ട്. അപ്പൊ ഇതില് എല്ലാം കറക്റ്റ് തന്നെ ആണോ എന്നുള്ളതാണ്. When I telephoned him, the line was so bad that I cannot hear what he said. ഇവിടെ I cannot എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മറ്റു വെർബുകളെല്ലാം തന്നെ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് cannot എന്നുള്ളതിന് പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. I couldn't hear what he said. കാരണം ടെലിഫോൺ എന്നുള്ള പാസ്റ്റ് ടെൻസ്, വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ്, ലാസ്റ്റ് he said എന്നുള്ളതും പാസ്റ്റ് ടെൻസ് വെർബുകൾ. അതുകൊണ്ട് cannotന് പകരം couldn't, could not എന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു. Coffee seeds is dried and roasted before they are ground into powder. പൊടിക്കുന്നതിന് മുമ്പ് കോഫി സീഡ്സിനെ
ഉണക്കുന്നു, വറുക്കുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏതാണ് സബ്ജക്റ്റ്? കോഫി സീഡ്സ് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈസ് എന്നുള്ളതാണ് വെർബ്. അത് പ്രസന്റ് ടെൻസ് ആണ്, സിംഗുലറിനെ കാണിക്കുന്നു. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണോ? കോഫി സീഡ്സ് അത് പ്ലൂരൽ ആണ്. അതുകൊണ്ട് ഈസ് എന്നുള്ള വെർബ് പറ്റില്ല. കോഫി സീഡ്സ് ആർ dried and roasted before they are ground into powder. അതുകൊണ്ട് സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക. On reaching the station, he was disappointed to know that the train was left. അപ്പോൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൻ വളരെ ഡിസപ്പോയിന്റഡ് ആയി. Past tense. To know that the train was left. ഇവിടെ ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി, അങ്ങനെയൊക്കെ പറയുന്ന സെന്റൻസുകളിൽ എപ്പോഴും ഫസ്റ്റ് നടന്ന ഇൻസിഡന്റ് പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം വരാൻ. വാസ് ലെഫ്റ്റ് എന്ന് പറ്റില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ 2 ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ അവൻ എത്തി, അപ്പോഴേക്കും അവൻ അറിഞ്ഞത് ട്രെയിൻ പോയി. ഇതിലെ ഫസ്റ്റ് നടന്ന ഇൻസിഡന്റ് ഏതാണ്? ട്രെയിൻ പോവലാണ്. അതിനുശേഷമാണ് അവൻ എത്തിയത്. അപ്പൊ ഫസ്റ്റ് ഇൻസിഡന്റ് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലാണ് വരിക. വാസ് ലെഫ്റ്റ് എന്ന് വരാൻ പറ്റില്ല. I know that the train had left. Had left. 20 miles are a long way to walk. 20 miles എന്ന് പറയുന്നത് വളരെ കൂടുതലുണ്ടെന്നാ പറയുന്നത്. നടക്കാനൊന്നും പറ്റില്ല. അപ്പൊ 20 miles എന്നുള്ളതാണ് ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ്. വെർബ് ആറാണ്, പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു, പ്ലൂരലിനെ കാണിക്കുന്നു. ഇത് മാച്ച് ആണോ? 20 മൈൽസും ആർ എന്നുള്ളതും എപ്പോഴും ഈ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അത് സിംഗുലർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. 20 മൈൽസ് ഡിസ്റ്റൻസുകളൊക്കെ സിംഗുലർ ആയി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് 20 മൈൽസ് ഈസ് എ ലോങ് വേ ടു വാക്ക്. മൈ ഫാദർ വിൽ അപ്രൂവ്, ഐ വിൽ ഗോ ടു UK. ഇഫ് മൈ ഫാദർ വിൽ അപ്രൂവ്, ഐ വിൽ ഗോ ടു UK. എൻ്റെ അച്ഛൻ അനുവദിച്ചാൽ ഞാൻ UK പോകുമെന്നുള്ളതാണ്. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇഫ് ക്ലോസ് ആണത്. ഇഫ് മൈ ഫാദർ വിൽ അപ്രൂവ്, എൻ്റെ അച്ഛൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ. ഇവിടെ കണ്ടീഷണൽ സെന്റൻസുകളിൽ ഫസ്റ്റ് കണ്ടീഷനിലാണിത്. അതില് ഫസ്റ്റ് കണ്ടീഷനിൽ ഇഫ് ക്ലോസ് ഏതിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരേണ്ടത്. അവിടെ വിൽ വരാൻ പാടില്ല. മെയിൻ ക്ലോസ് വിൽ പ്ലസ് V1. ഇഫ് മൈ ഫാദർ അപ്രൂവ്സ്, ഐ വിൽ ഗോ ടു UK. അതാണ് കറക്റ്റ്. ഇഫ് ക്ലോസിൽ അവിടെ വിൽ വരില്ല, മെയിൻ ക്ലോസിൽ വരും. ഇത് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. നെയ്തർ ഹെർ ഹസ്ബൻഡ് നോർ ഹെർ ബ്രദർ were able to help her. അവളുടെ ഹസ്ബൻഡിനും അവളുടെ ബ്രദറിനും അവളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഏതാണ് സബ്ജക്റ്റ്? നെയ്തർ ഹെർ ഹസ്ബൻഡ് നോർ ഹെർ ബ്രദർ. ഏതാണ് വെർബ്? were. അത് പാസ്റ്റ് ടെൻസിലാണ്, പ്ലൂറലാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആണോ? നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ വെർബിനോട് തൊട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കുക. ഹെർ ബ്രദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അവളുടെ സഹോദരൻ എന്നേ ഉള്ളൂ, ബ്രദേഴ്സ് എന്നില്ല. അതുകൊണ്ട് തന്നെ വേർ എന്ന് പറ്റില്ല, സിംഗുലർ ആക്കണം. വാസ്. നെയ്തർ ഹെർ ഹസ്ബൻഡ് നോർ ഹെർ ബ്രദർ വാസ് ഏബിൾ ടു ഹെൽപ്പ് ഹെർ. രണ്ടാൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. നെയ്തർ നോർ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്.